ഹലോ, ഇന്ന് നമുക്ക് അടിപൊളി സൂപ്പർ ടേസ്റ്റിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ച ചിക്കനാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1 സ്പൂൺ ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സ്പൂൺ തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം. 2 സ്പൂൺ തൈര് ഒഴിച്ചിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. അരപ്പെല്ലാം മസാലയെല്ലാം ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെ ചിക്കൻ കറി വെക്കുന്നത്. ഇതുപോലെ പുരട്ടി മാറ്റി ഒരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് കടുക് ഇട്ടതിന് ശേഷം കടുവെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് വറ്റൽമുളക് ഇട്ടതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂക്കണം. നല്ലോണം ചുമപ്പ് വരുവാണ്, നല്ല ചുമപ്പാകണം. ചുമപ്പായി കഴിയുമ്പോഴത്തേക്ക് 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മസാല പുരട്ടി മാറ്റി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് എല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് വേവട്ട്. വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് വീണ്ടും 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി വേവിച്ച് കറിവേപ്പില ഇട്ടെടുക്കാം. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറിയാണ് ഇത്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും അതുപോലെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ പറ്റിയ അടിപൊളി ഒരു കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.